വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഞാനൊരു 5:30 അങ്ങനെ ആകുന്ന സമയത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ഉറങ്ങുകയാണ്, ബാക്കി എല്ലാവരും എണീച്ചു. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോകണം. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഓഫാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഷോപ്പിങ്ങിനും എല്ലാം പോയിട്ട്, ഞാൻ ഏച്ചിയും പോകാറുണ്ട്, ഞാൻ അമ്മ പോവും, അച്ഛനും നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പുറത്ത് പോയിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു എന്നാൽ പോകാം എന്ന്. അപ്പോൾ എല്ലാവരും ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പോകുന്നു, പുറത്ത് പോകുന്നു, ഷോപ്പ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, അത്ര മാത്രമല്ല. പക്ഷേ നമ്മൾ എന്തായാലും വൈകുന്നേരം ആകും, കുറച്ച് ദൂരെയാണ് നമ്മൾ പോകുന്നത്. പാറു ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നതും അതിൽ കയറാൻ വേണ്ടി പോകുന്നതും. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനകത്ത് കയറിയിട്ട് പിന്നെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. കാരണം അത് കോഴിക്കോട് വരെ പോകുന്ന ട്രെയിനായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ അധികം സീറ്റും കാര്യങ്ങളിലൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള സീറ്റിൽ എല്ലാവരും സൈഡ് സീറ്റ് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ മോളിലെത്തി. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേന് നന്നായിട്ട് വിശന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എൻ്റെ കൂടെ നല്ല സ്പൈസി ആ ചട്നി, സാമ്പാറും കൂടെ. സാമ്പാർ നല്ല ടേസ്റ്റ്. നല്ലതാട്ടെ. ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഷീമാട്ടി യങ്ങിലാണ്. അവിടെ ഇഷ്ടം പോലെ പല വെറൈറ്റിയിൽ ഓണം കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടിഷ്യൂവിൻ്റെ ഈ സെറ്റും കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ സമയത്തൊക്കെ ഇത് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പുറത്ത് ഇതുപോലെ തന്നെ രാജസ്ഥാനി അവരുടെ സ്റ്റോള് പോലെ ഉണ്ട്. രാജസ്ഥാനെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടെ ഒരു സ്റ്റോള് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ഷോപ്പ് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല. കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ പാറുവിന് അതിൻ്റെ ഇടയ്ക്ക് അവൾ കുറച്ച് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡും ചോക്ലേറ്റ് അല്ലേ പാറുവിന് നമ്മ ചോക്ലേറ്റ് ആക്കി തന്നിട്ടില്ലേ പാറുവിന്? ആ, പിന്നെ ഈ ടോപ്പ് ഞാൻ മാക്സിമം ഓഫറിൽ കിട്ടും. ഞാൻ ആകെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഫ്രോക്ക് ടൈപ്പ് ഒരു ഡ്രസ്സാണ്. ഫ്രോക്ക് ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. വൈറ്റ് കളറാണ്. അപ്പം നമുക്ക് എല്ലാ ഒക്കേഷൻസിനും ഇടാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള, എല്ലാ ഒക്കേഷൻസും അല്ല, ഡെയിലി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കതല്ലാണ്ട് ഒരു 2-3 ക്രോപ്പ് ടോപ്പും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. പിന്നെ ഒരു ചുരിദാർ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ കയ്യിലേക്ക് വരുന്നില്ല. പിന്നെ ഞാനങ്ങനെ എന്താ പറയുക,
എനിക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. അത് അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇടൂല്ല. ഉച്ചയ്ക്ക് മുന്നേ തന്നെ എൻ്റെ എല്ലാ കാറ്റും തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷോപ്പിംഗ് ഇത്രയും ടൈം എടുക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു ആളാട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ഫ്യൂവൽ ഫുൾ ഡൗൺ ആയി. ഞാൻ പിന്നെ ഒന്നും ഷോപ്പ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ആകെ ഒരു ഫ്രോക്ക്, അതുപോലെ തന്നെ ഒരു വീട്ടിൽ നടന്നൊരു ഡ്രസ്സും കൂടിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ആകെ. ബാക്കി ഇവർക്ക് രണ്ടാൾക്കും നല്ല എനർജി ആയിരുന്നു കേട്ടോ. ഞാനും പാറും അച്ഛനും ഏകദേശം എല്ലാം സൈഡായിട്ടുണ്ടായിരുന്നു. ഏച്ചിയും അമ്മയും മാത്രം നല്ല എനർജിയിൽ ഇങ്ങനെ ഷോപ്പിൽ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടില്ലെങ്കിലും. ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ നമുക്ക് അത്രയും ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ദൂരം ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിന് വരണം, പിന്നെ പാറുണ്ട്. എല്ലാം കൂടി അന്നത്തെ ഡേ എങ്ങനെയായിരുന്നു. അവസാനം എനിക്ക് എൻ്റെ ഫ്യൂവലൊക്കെ ഡൗൺ ആയിട്ട് ഞാൻ ഡ്രസ്സിങ് റൂമിൽ ഇരുന്ന് കഴിച്ചു. അപ്പോൾ അത്രയല്ല ഇന്നത്തെ വീഡിയോ.